Hello friends, welcome to channel 𝙑𝙞𝙙𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ പേര് നമ്മളോട് മെസ്സേജ് അയക്കാറുള്ളതാണ്, കമൻറ്റ് ചെയ്യാറുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അവർ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ഓൾറെഡി ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും, നോ ഹിസ്റ്ററി ഫോൺ എന്ന് കാണിക്കും. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഹിസ്റ്ററി തുടങ്ങാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതാണ്, അതിൽ ഏറ്റവും ബെസ്റ്റ് വേണം നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മോസ്റ്റ്ലി എല്ലാവരും പേ ലേറ്റർ സംഭവങ്ങളൊക്കെയാണ് എടുക്കുക, അല്ലെങ്കിൽ പേ ലേറ്റർ കാർഡുകൾ. ഇപ്പോൾ പേ ലേറ്റർ കാർഡുകൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കൊറോണ കൊടുക്കാണ്ടായിട്ട് എന്താ വെച്ചാൽ ഓൾറെഡി RBIൻ്റെ ബാൻ വന്ന ശേഷം ഇപ്പോൾ കാര്യങ്ങളൊന്നും പേ ലേറ്റർ കാർഡുകൾ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലോണം തുടങ്ങാൻ സ്റ്റാർട്ടാവാൻ നമുക്ക് എന്തെടുക്കണം, കാർഡ് എടുക്കണോ ലോൺ എടുക്കണോ, അങ്ങനെ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈസിലി അക്സസിബിൾ ആയതും ഈസിലി കിട്ടുന്നതുമായിട്ടുള്ള ഒരു മെത്തഡാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്, ചെക്ക് എടുത്തൊക്കെ മറക്കണ്ട. നിങ്ങൾ URL കണ്ടായിരിക്കും ഇവിടെ തന്നെ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാണിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം, നമ്മളെല്ലാം കണ്ട് അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക. JMG26 എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ പ്രൊഡക്ട്സിൻ്റെയും ഹെൽത്ത് പ്രൊഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ ഷോർട്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടുനോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ കണ്ടന്റ് ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കണ്ടന്റിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഇപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഒരു ക്രെഡിറ്റ് സ്കോർ തുടങ്ങുക. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു 2-3 EMI അടയ്ക്കുമ്പോൾ തന്നെ അത് ആക്ച്വലി ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ഒരു ലോണോ അങ്ങനെ സംഭവങ്ങളൊന്നും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ നോ ഹിസ്റ്ററി എന്നാണ് കാണിക്കല്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു EMI കാർഡ്, അങ്ങനെ നിങ്ങൾക്ക് EMI കാർഡ് ഇപ്പോൾ ഈസിലി അക്സസബിൾ ആണ്, അതുപോലെ തന്നെ ഈസിലി അവൈലബിളും ആണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ബജാജ് EMI കാർഡ്. ഞാൻ ഇത് പ്രൊമോട്ടിങ് ആണെന്നല്ല കേട്ടോ. നമ്മുടെ ബജാജ് EMI കാർഡ് അത്യാവശ്യം ഒരു അപ്ലൈ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർക്കും ഇത് അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആയാലും പോട്ടെ, ബാക്കിയായാലും പോട്ടെ. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ നോക്കാവുന്ന ഒരു സംഭവം ജസ്റ്റ് മണിയാണ്. അപ്പോൾ ജസ്റ്റ് മണിയും ആക്ച്വലി ഇപ്പോൾ ബജാജിൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല വേൾഡ് വൈഡ് അല്ല, നമ്മുടെ ഓൾ ഓവർ നാഷണൽ വൈഡ് തന്നെ ഒരു ഫേമസ് ആയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇപ്പോൾ എന്താ പറയുക അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക ഓഫ്ലൈൻ ഷോപ്പിലും ഒരു അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിലയൻസ് ഡിജിറ്റലിലൊക്കെ നമുക്ക്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഷോറൂമിലൊക്കെ നമുക്കിപ്പോൾ ജസ്റ്റ് മണി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെസ്റ്റ്മണിയുടെയും ബജാജിൻ്റെ ഞാൻ ഓൾറെഡി എടുത്തിട്ടില്ല. സെസ്റ്റ്മണിയുടെ നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന്. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ അവരെ സെസ്റ്റ്മണിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ചെയ്യാവുന്നുള്ളൂ, പാൻ കാർഡും ആധാർ കാർഡും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ബജാജിൻ്റെ കാർഡായാലും തന്നെ അവർ ചിലപ്പോൾ ഫസ്റ്റ് ഒരു ക്യാൻസലിൽ ചെക്ക് ചോദിക്കും. പിന്നെ ആധാറും ഇതും വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ ചെയ്യാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അവർ ഓൾറെഡി നിങ്ങൾക്ക് ബജാജ് EMI കാർഡ് എടുത്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ നല്ലോണം കൂടാനും പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിലേക്കോ ലോണിലേക്കോ ഒക്കെ കിട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോറിൻ്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക ഈസിലി നമുക്ക് ഇപ്പോൾ ലോൺസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ അപ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല ശരിക്കും ഈ സിബിൽ സ്കോറിൻ്റെ ഒരു ബെനിഫിറ്റ്. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഹോം ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ എന്താ പറയുക പേഴ്സണൽ ലോൺ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അപ്രൂവ് ആയിട്ട് കിട്ടും. അപ്രൂവൽ റേറ്റ് കൂടുതൽ മാത്രമല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറയാനും ഈ സിബിൽ സ്കോർ ശരിക്കും സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ വെച്ചാൽ ഒറ്റ ആൾക്കാരും ലോൺ എടുക്കാണ്ട് ആക്ച്വലി എന്താ വെച്ചാൽ ലോൺ ഇല്ലാത്ത ആൾക്കാർ എനിക്ക് അധികം ഉണ്ടാവുമെന്ന് എനിക്ക് ഭയങ്കര ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഈ എന്താ പറയുക നിങ്ങളുടെ ഓൾറെഡി ഒരു ലിവിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലോൺ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വലിയ ഈ റിച്ച് എന്താ പറയുക ബിസിനസ്മാന്മാർ പോലും അവർ ലോൺ എടുത്തിട്ടാണ് കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ലോൺ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിബിൽ സ്കോർ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയൊരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡും നിങ്ങൾക്ക് ഇങ്ങനത്തെ EMI കാർഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും ബജാജ് EMI കാർഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഫർണിച്ചറോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം എന്താ പറയുക ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ ജസ്റ്റ് മണി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് അക്സെപ്റ്റഡ് ആണ്, ഇലക്ട്രോണിക്സ് മാത്രമല്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഇപ്പോൾ 3 മാസത്തിൽ EMI എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 3 മാസം EMI പെട്ടെന്ന് അടച്ചു തീർക്കാം. അപ്പോൾ തന്നെ നല്ല ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ബിൽഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ബേസിൽ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ
ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഫസ്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാലറി പ്രൂഫോ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൂഫും ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ കാർഡുകളാണെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ നമ്മുടെ ക്രോമയ്ക്കും അവർക്ക് ഈ കാർഡ് ഉണ്ട്, ക്യുക്ക് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ടാറ്റ ക്രോമ കാർഡ്. അപ്പോൾ ഈ ക്രോമ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ക്രോമയുടെ ഓൺലൈൻ സ്റ്റോറിലും പറ്റും. പക്ഷേ അത് ഇത്രയ്ക്ക് നമ്മുടെ ബജാജ് EMI കാർഡ് പോലെ അത്ര വൈഡ്ലി അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ ഈ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ വരെ വാങ്ങിക്കാം, ആമസോണിലും വാങ്ങിക്കാം, ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും വാങ്ങിക്കാം. ബജാജ് EMI കാർഡ് ആണെങ്കിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ യൂസിന് ഉപയോഗിക്കാം. മറ്റാണെങ്കിൽ നിങ്ങൾക്ക് ക്രോമയുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിലോ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡൗൺ സൈഡ് അതിനുണ്ട്. പിന്നെ അത് അത്രയ്ക്കും എല്ലാ സിറ്റീസിലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് അതിനുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ എന്താ വെച്ചാൽ EMI കാർഡുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടും ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡും നമ്മുടെ ബജാജ് EMI കാർഡ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറയുന്നത്, അല്ലാണ്ട് അതിൻ്റെ പ്രൊമോഷൻ കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് നമ്മുടെ ബജാജ് EMI കാർഡ് ഉപയോഗിക്കുന്നതാണ്. അത് അല്ലെങ്കിൽ ഓൾറെഡി പണ്ട് തൊട്ടേ ഫസ്റ്റ് എടുത്തത് ബജാജ് EMI കാർഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ എല്ലാം നോ കോസ്റ്റ് EMI മാത്രം ഫീച്ചർ മാത്രമേ അതിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. അത് എന്തായാലും ചെയ്യേണ്ടി വരും, അല്ലാണ്ട് എന്താ പറയുക ഫുൾ EMI കിട്ടില്ല. അതിന് ശേഷം നമുക്ക് ഓൾറെഡി ഒരു ഡിജിറ്റൽ കാർഡ് കാര്യങ്ങളും കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് ആമസോണിനും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒന്നും ഇല്ലാണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം അതിൽ കൊടുക്കുന്നത് 12 മാസം EMI വരെയാണ് മാക്സിമം നമുക്ക് ഈ ബജാജ് EMI കാർഡ് വരെ. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ദ പ്രൊഡക്റ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. നിങ്ങൾ ഓഫ്ലൈൻ എടുക്കാൻ പോയാൽ മാക്സിമം ചിലപ്പോൾ ഒരു 9 മാസം വരെ കിട്ടാൻ ചാൻസ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ, 12 മാസം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ നോക്കട്ടെ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ EMI കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ നോക്കാം. ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ എന്തായാലും പേരോട് കൊടുക്കുന്നുണ്ട്, 𝙬𝙬𝙬𝙯 ആണ് പേര്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ കണ്ടന്റ് തന്നെയായിരിക്കും നമ്മൾ അതിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ നോക്കാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.